ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ സ്റ്റോറി ഓഫ് ഗോസ്റ്റ് പരിചയപ്പെടുത്താനാണ്. എൻ്റെ സ്റ്റോറിയുടെ പേരാണ് വിചിത്രം. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ആ കഥ മനസ്സിലാക്കി തരാം. എല്ലാവരും ഇത് കാണണം. ഒരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് സാവിത്രി. അവൾ അനാഥയായിരുന്നു. അവളെ പിടിക്കാൻ മല്ലൂർ രാജാവും ഭടന്മാരും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർക്ക് സാവിത്രിയെ കിട്ടി. അവർ അവളെ ഒരു കാട്ടിൽ കൊണ്ടുപോയി ഇട്ടു. അങ്ങനെ അവൾ ഒരു ദിവസം ഭക്ഷണവും വെള്ളവുമില്ലാതെ അവിടെ കിടന്നു. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു അമ്മൂമ്മ അവളെ കണ്ടുപിടിച്ചു. അവളെ ആ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നടന്നതെല്ലാം സാവിത്രി അമ്മൂമ്മയോട് പറഞ്ഞു. അമ്മൂമ്മ ചിന്തിച്ചു, എന്തിനായിരിക്കും ഇവളെ മല്ലൂർ രാജാവും ഭടന്മാരും പിടിച്ചു വെച്ചത്? ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ടെന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായി. പണ്ട് ഇതുപോലെ മല്ലൂർ രാജാവ് അവളെ കാട്ടിൽ കൊണ്ടുപോയി ഇട്ടു. അവിടെ അവൾ 5 വർഷം കിടന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൾ അവിടെ കിടന്നു തന്നെ മരിച്ചുപോയി. ആഗ്രഹമൊന്നും നിറവേറാത്തത് കൊണ്ട് തന്നെ അവൾ പൂർണ്ണമായും ഈ ലോകം വിട്ടു പോയില്ല. അതെ, അവൾ ഒരു യക്ഷിയായി രൂപപ്പെട്ടു. അങ്ങനെ അവൾ മരിച്ചെന്ന് വിചാരിച്ച മല്ലൂർ രാജാവ് കാട്ടിലെത്തി. അപ്പോൾ നോക്കുമ്പോൾ അവൾ ഒരു യക്ഷിയായി നിൽക്കുന്നു. അവളെ കൊന്ന അയാളെ അവൾ കൊന്നില്ല, പക്ഷേ അവളുടെ ശാപം അയാളെ കൊന്നു. അങ്ങനെ അമ്മൂമ്മ അവളെ നന്നായി നോക്കി. ഒരു ദിവസം അവളുടെ മുടിയിൽ ഈരിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മൂമ്മയുടെ കയ്യിൽ എന്തോ അവളുടെ മുടിയിൽ തടഞ്ഞു. അമ്മൂമ്മ ഒന്ന് കൈ മാറ്റിയപ്പോൾ ഒരു ആണി കിട്ടി. അപ്പം അവൾ ഒരു യക്ഷിയായി രൂപപ്പെട്ടു. അമ്മൂമ്മ കണ്ടൊന്ന് ഭയന്നു. അമ്മൂമ്മയെ കൊല്ലുമെന്ന് അമ്മൂമ്മ എന്ന് വിചാരിച്ചു, പക്ഷേ കൊന്നില്ല. അവളെ സംരക്ഷിച്ച അവളുടെ അമ്മൂമ്മയെ അവൾക്ക് കൊല്ലാൻ കഴിയില്ല. എന്താണ് നിനക്ക് പറ്റിയതെന്ന് അമ്മൂമ്മ ചോദിച്ചു. അവൾ വ്യക്തമായി എല്ലാം അമ്മൂമ്മയോട് പറഞ്ഞു. അമ്മൂമ്മയ്ക്ക് അവളുടെ വിഷമം കണ്ട് സഹിച്ചില്ല. അമ്മൂമ്മ അവളെ നന്നായി വീണ്ടും നോക്കി. പക്ഷേ മല്ലൂർ രാജാവ് മരിച്ചതുകൊണ്ട് മല്ലൂർ രാജാവിൻ്റെ ഭടന്മാർ അവളുടെ വീട്ടിലേക്കെത്തി. എന്നിട്ട് അമ്മൂമ്മയെ കൊന്നു. അമ്മൂമ്മയെ കൊന്ന അവരെ അവൾ കടിച്ചു കൊന്നു. ഇതാണ് കഥ.